അങ്കമാലി സ്റ്റൈൽ പന്നി ഫ്രൈ, പൈനാപ്പിൾ ചക്കരക്കറി. ഇതിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ഇടാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പള്ളിയിലൊക്കെ പോയി വന്നു. ഇപ്പോൾ സമയം 11 കുറച്ച് സമയമുള്ളൂ. അപ്പോൾ അടുക്കളയിലേക്ക് കയറാമാണ്. അപ്പോൾ ഒപ്പം നിങ്ങൾ കൂടെ പോരെ കേട്ടോ. ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ളത് എനിക്കറിയില്ല. അകത്ത് ചെന്നിട്ട് വേണം എൻ്റെ പണികളൊക്കെ തുടങ്ങാനായിട്ട്. 1 മണിക്ക് മുമ്പ് എന്തായാലും പാചകം തീർത്തിരിക്കണം. അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോകാം. തീർക്കാൻ വട്ടാക്കി കളയട്ടെ. അപ്പോഴേ ഞാൻ പണികളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. മുന്നേ തന്നെ ഞാൻ വെള്ളം അടപ്പത്ത് വയ്ക്കിട്ട് അരി ഇടാനും കുടിക്കാനും. അരി ഇടാനായിട്ട് വെള്ളം വെച്ചു. കുടിക്കാനുള്ള വെള്ളമുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് അരി അടപ്പത്തിടും. കുറച്ച് അരി ഇടുള്ളൂ. മോട്ടർ അടിക്കട്ടെ. വെള്ളം ഇത്തിരി കുറവുണ്ട്. പിന്നെ ഞാൻ കറിക്കുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കട്ടെ. ഒക്കെ നോക്കി എടുത്തിട്ട് വേണം സംഭവങ്ങൾ. ഒന്നും പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അങ്കിള് പള്ളിയിൽ കഴിഞ്ഞ് പോയി ബീഫ് വാങ്ങാനാണ് പോയത്. ബീഫ് കിട്ടിയില്ല. അപ്പോൾ പന്നിയാണ് വാങ്ങിയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാവുന്നത് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ മുന്നേ പുളിശ്ശേരിയാണ് വെക്കുന്നത്. ഉള്ള നേരം പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അരി തിളച്ചു. ഇനി റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാൻ പോവുക. കുമ്പളങ്ങ അരിഞ്ഞ് കഴുകി അരി ഒരു കലത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടി, പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനിയും കുറച്ച് ഉപ്പിടാൻ പോവുകയാണ്. ഇനി വെള്ളമൊഴിച്ച് അടപ്പത്ത് വയ്ക്കാം. കുമ്പളങ്ങ വേകുമ്പോഴത്തേനും ഒരരപ്പ് തയ്യാറാക്കുന്നുണ്ട്. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കടുക്, മോര് ചേർത്തിട്ടാണ് അരച്ചു കൊണ്ടിരുന്നത്. വെന്ത കുമ്പളങ്ങയിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പുളി വേണ്ടതനുസരിച്ച് പിന്നെ വേണമെങ്കിൽ ചേർക്കാം. കറക്റ്റ് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് ചേർക്കാം. ഒരു സ്വല്പം കൂടി മോര് ചേർക്കുന്നുണ്ട്. പുളി കൂടുമോ ആവോ. എനിക്ക് പുളി അധികം ഇഷ്ടമല്ല. ഒരു ഇത്തിരി ഉപ്പിൻ്റെയും കുറവുണ്ട്. അടപ്പത്ത് വെച്ച് ഇത് പതഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് വറവും തയ്യാറാക്കണം. കറി ഏകദേശം പതഞ്ഞ് വന്നു തുടങ്ങി. ഞാൻ ഒരിടപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയല്ല, വഴറ്റാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചേക്കുകയാണ്. കടുകിടാറായിട്ടുണ്ട്. ഉലുവ, കറി റെഡിയായി. കഴുകി വായി കൊണ്ടിരിക്കുന്ന പന്നിയിറച്ചി
അതിലേക്ക് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക്, ഇഞ്ചി അതുകൂടി ഇടുന്നു. അതുപോലെ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ഇച്ചിരി കളറ് വേണം. കുറച്ച് മുളക് പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇത് എന്ത് ചെയ്യാനാണെന്ന് എപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ധൃതി പിടിച്ച പണിയാണ്. തന്നെയുമല്ല, ഇതെല്ലാം ഞങ്ങൾ ഒന്നിച്ചെടുത്ത് വെക്കുകയില്ല. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് അത് വയ്ക്കൂ. അതിനി എന്താ ചെയ്യണമെന്നുള്ളത് തീരുമാനിച്ചില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോകെ എന്താ ചെയ്യണത്. അതേ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഒത്തിരി ഒന്ന് കൂട്ടി തിരുമാൻ വേണ്ടിയിട്ടാണ്. കറിവേപ്പില ഇവിടെ വെച്ചത് ഞാൻ എവിടെയാണെന്നുള്ളത് നോക്കി നീ നടക്കണേ. അപ്പോൾ കറിവേപ്പിലയും ഇട്ടു. ഇനി ഇതൊന്നും അങ്ങോട്ട് തിരുമ്മട്ടെ. തിരുമ്മിയിട്ട് നമുക്ക് ഇത് അടപ്പത്ത് വെക്കാം. കുക്കറിൽ വേവിക്കണമെങ്കിൽ കുക്കറിൽ വേവിക്കാം. കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു വിസിലോ മാത്രം അടിച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ ഇത് ഊറ്റി എടുത്തിട്ട് പിന്നെ വേവ് നോക്കി വേവിക്കണം. പിന്നെയൊക്കെ നമ്മൾ പുറത്ത് മൺകലത്തിലോ എങ്ങനെയാണെങ്കിലുമൊക്കെ വേവിച്ചെടുത്താൽ നല്ലതാണ്. ഇതിപ്പോൾ സമയം ഇത് നോക്കിയിട്ടാണല്ലോ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. ചിലത് ഇത് വെന്തില്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ഞെക്കുമ്പോഴേ പൊട്ടും. അതാണ് അതിൻ്റെ ഒരു ഇത്. മൂപ്പ് കുറഞ്ഞതാണെങ്കിൽ വേഗം വേവും. അപ്പോൾ അത് കുക്കറിലൊന്നും അടിച്ചാൽ നല്ലതല്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ ഒരേ ഒരു വിസിലേ അടിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ആവി പോയി കഴിയുമ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല അത് വെന്തോ ഇല്ലേ എന്നുള്ളത്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനും കറി ഉണ്ടാക്കാനും അതിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് ഞാനിതിപ്പോൾ അടപ്പത്ത് വയ്ക്കാൻ പോവുക. വെള്ളം ഒന്നും ഒഴിക്കണ്ട. തിളച്ച് വരുമ്പോൾ വെള്ളമാകും. അത് വേകുമ്പോഴത്തേനും കുറച്ച് തേങ്ങ അരിഞ്ഞെടുക്കാം. അപ്പോൾ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചേക്കാണ്. അപ്പോൾ തേങ്ങ പോയി എടുക്കട്ടെ. എനിക്ക് ഇറച്ചി നുറുക്കി തന്നേച്ചും വേറെ പണിക്ക് പോകുന്നു അങ്കിള്. നല്ല വെയിലല്ലേ, അട്ടിക്കാന്ന് കരുതി എളുപ്പപ്പണി ഉണ്ടോ ഈ ചെയ്യണ പണി ഉണ്ടോ? എളുപ്പപ്പണി. അതിൽ ചേട്ടാ കറിയിലിടാൻ പറ്റിയ ഒരു എണ്ണ എടുത്ത് തന്നേ. ഇടാൻ പറ്റിയത് ആ. ഇനി അടുത്തത് ഇത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പാണ്. അപ്പോൾ ഇത് ചെത്തി നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. പൈനാപ്പിൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതൊരു മധുരക്കറിയാണ്, ചക്കരക്കറി. പൈനാപ്പിൾ ചക്കരക്കറിയാണ്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് പച്ചമുളക് ചീന്തി ഇടുകയാണ്. എരിവ് അധികം ഉണ്ടാകില്ല. പിള്ളേരൊക്കെ ശരിക്കും കഴിക്കുന്ന ഒരു കറിയാണ്. ഒരു മുളകേ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് ഞാൻ ഇത്തിരി എന്താ പറയുക മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പ് ഇട്ടു. ഇതിൽ മധുരം അവരവരുടെ ആവശ്യമനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഒരു ഇത്രയും ശർക്കര ചീന്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി നെയ്യാണ് കേട്ടോ ഒഴിക്കാൻ പോണേ. ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചട്ടിക്കലത്തിലിട്ടോ വേവിച്ചെടുക്കാം. എങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം ഒഴിക്കണം, എന്നിട്ട് അടപ്പത്ത് വയ്ക്കാം. അത് വേവുമ്പോഴത്തേനും നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തന്നെ തികച്ചില്ല. അതിലൊരു പിഞ്ച് ജീരകം ചേർത്തിട്ടുണ്ട്. ഇതിൽ കായപ്പൊടി ചേർക്കേണ്ടതുണ്ട്, പക്ഷേ ഇവിടെ കായപ്പൊടി ഇല്ലാത്ത കാരണം ഞാൻ ഇന്നത് ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് ഇത് ദഹനത്തിനും
ഗ്യാസിൻ്റെ പ്രശ്നത്തിനും ഒക്കെ നല്ലൊരു സംഭവമാണ് വെളുത്തുള്ളി. ഇത് കാച്ചിയെടുത്തതിലുള്ളത് എടുത്തിട്ടത് കേട്ടോ. അപ്പോൾ ഇത് അരച്ചിട്ട് വരാം. അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചതച്ച പോലെയും ഇടാം, മഷി പോലെയും ഇടാം. ഞാനിപ്പോൾ ഇതിങ്ങനെ രണ്ടും മധ്യമുള്ള ഒരു ഇതിലാണ് ഇട്ടിരിക്കുന്നത്. തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കറിയിൽ ഞാൻ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ വഴറ്റി ഇട്ടിട്ടുണ്ട്. അങ്കമാലി സ്റ്റൈൽ പന്നി ഫ്രൈ ചെയ്യാമാണ്. അപ്പോൾ ഇത് ഞാൻ അടപ്പത്ത് വെച്ച് ഒരിത്തിരി വെള്ളം ബാക്കി അതിൽ വന്നിരുന്നു. അപ്പോൾ ആ വെള്ളം എല്ലാവരും മാറ്റി വെച്ചിട്ട് ഞാനിത് ഊറ്റിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാവരും ഞാൻ ചെയ്യുന്നില്ല, കുറച്ചേ ചെയ്യുന്നുള്ളൂ. പാത്രത്തിൽ വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചേക്കാണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. അതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് തേങ്ങാക്കൊത്ത് വറുക്കുന്നത്. വെളുത്തുള്ളി, ചുമന്നുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണിത്. കുരുമുളക് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. തേങ്ങാക്കൊത്തിന് നമ്മൾ ഇപ്പോൾ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ചുവന്നുള്ളി, വെളുത്തുള്ളി ചതച്ച് വെച്ച് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഒരു അല്പം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരുപാടല്ല, ഒരു മേമ്പൊടിക്ക് എന്നോണം മല്ലിപ്പൊടി. കുരുമുളക് പൊടി, കുരുമുളക് പൊടി ഇടുകയാണ്. ഇനി ഇത്തിരി എരിവ് മുളക് പൊടി ഇടുന്നുണ്ട്. മസാലപ്പൊടി ഇട്ടു. ഇനി പന്നി വേവിച്ചതിടാണ്. ഇനി ഇത് വറുത്ത് നമ്മുടെ ഇഷ്ടപ്രകാരം ഏതിഷ്ടമാണോ വേണ്ടത് ആ രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ചെറിയ തീയിലിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പം ഇതിൽ നിന്ന് തന്നെ ഇനി നെയ്യ് ഇറങ്ങി വരും. അപ്പം വേറെ പ്രത്യേകിച്ച് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ടതില്ല. അപ്പോൾ ഇതാണ് അങ്കമാലി സ്റ്റൈൽ പന്നി ഫ്രൈ. അത് നമ്മൾ വറുത്ത് ഇങ്ങനെ വരുമ്പോൾ കറുത്ത് വരും അല്ലേ? അപ്പോൾ അത് എല്ലാവർക്കും അതുപോലെ ഇഷ്ടമാവണമെന്നില്ല. ചിലർക്ക് ഈ രീതിയിൽ ഇഷ്ടം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഇതാണ് അങ്കമാലി സ്റ്റൈൽ പന്നി ഫ്രൈ. അപ്പോൾ ഞങ്ങളുടെ അടുക്കളയിൽ തയ്യാറാക്കിയ 3 വിഭവങ്ങളാണ് ഇത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 12:30 ആയപ്പോഴത്തേനും എൻ്റെ ഈ പണികളെല്ലാം തീർന്നിരുന്നു. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി
ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.